എല്ലാ കൂട്ടുകാർക്കും കാശ്മീരിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇതൊരു അപ്രതീക്ഷിതമായ യാത്രയായിരുന്നു. അതുകൊണ്ട് തന്നെ തയ്യാറെടുപ്പുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളിനി കാണാൻ പോകുന്ന എല്ലാ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കും ഞാൻ നിങ്ങളെ കൂടി ക്ഷണിക്കുകയാണ്. വളരെ ചെലവ് ചുരുക്കിയുള്ള യാത്രയാണ് ട്രെയിൻ യാത്ര. നമുക്കറിയാം, എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ കന്യാകുമാരിയിൽ നിന്നും ജമ്മു കാശ്മീരിലെ കട്ര എന്ന റെയിൽവേ സ്റ്റേഷൻ വരെ ഓടുന്ന ഹിമസാഗർ എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. വളരെ ദീർഘദൂര യാത്രയാണ്. 3 രാത്രിയും 2 പകലും കഴിഞ്ഞ് വേണം നമുക്കവിടെ എത്താനായിട്ട്. പോകുന്ന വഴിക്ക് എറണാകുളത്ത് നിന്നും കുറച്ച് ചേട്ടന്മാർ നമുക്ക് കമ്പനി കിട്ടി. അവർ നമ്മുടെ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകുന്നവരാണ്. അവരുമായി രാത്രിയെല്ലാം വർത്തമാനം പറഞ്ഞ് ഒരുപാട് നേരം ചിലവഴിച്ചു. അവരോട് ഞങ്ങളുടെ കാശ്മീർ യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരും അല്ലാതെ ത്രില്ലായി. അവർക്കും അടുത്ത കാശ്മീർ യാത്ര പോകണമെന്നാണ് പ്ലാനിട്ടത്. ഓരോ പുതിയ യാത്രയിലും ഓരോ പരിചയമില്ലാത്ത പുതിയ പുതിയ സുഹൃത്തുക്കളെ നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. കഴിഞ്ഞ ഉത്തരാഖണ്ഡ് യാത്രയിൽ ഒരു പട്ടാളക്കാരനെയാണ് ഞങ്ങൾക്ക് കമ്പനി കിട്ടിയത്. അദ്ദേഹം ഡൽഹി വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ കഥകളും ഞങ്ങളോട് പറഞ്ഞു. ഒരു ത്രില്ലടിക്കുന്ന സിനിമ കാണുന്നത് പോലെ ഞങ്ങൾ ആ കഥകളെല്ലാം കേട്ടിരുന്നു. ട്രെയിൻ യാത്ര ശരിക്കും ഒരു വെല്ലുവിളികൾ നിറഞ്ഞൊരു യാത്രയാണ്. നമ്മൾ തനിച്ചാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലഗേജ് ഒരു പ്രശ്നം തന്നെയാണ്. സാധാരണ ഞാൻ തനിച്ചാണ് യാത്ര ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തവണ എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അതൊന്നും എനിക്ക് പ്രശ്നമല്ല. മറ്റൊന്ന് ട്രെയിനിലെ ഭക്ഷണമാണ്. നമ്മുടെ ട്രെയിനിൽ പാൻട്രിയൊക്കെ ഉള്ളതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിലൊന്നും അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെപ്പോലെ ചിലവ് ചുരുക്കി യാത്ര ചെയ്യുന്നവർക്ക് കാശ്മീർ പോലുള്ള മനോഹരമായിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ കുറേയൊക്കെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടതായിട്ട് വരും. നമ്മൾ യാത്ര ചെയ്യുന്ന ഹിമസാഗർ എക്സ്പ്രസ് പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് അത്ര വലിയ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊന്നുമല്ല റൂട്ടല്ല. ഏറ്റവും കൂടുതൽ കൃഷിയിടങ്ങളിലൂടെയാണ് പോകുന്നത്. കണ്ട കാഴ്ചകൾ തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നത്. എങ്കിലും ഒരുപാട് വ്യത്യസ്തരായ മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ താമസ രീതികൾ, കൃഷി രീതികൾ, വസ്ത്രധാരണ രീതികൾ, അവരുടെ ഭക്ഷണ രീതികൾ, ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് നോക്കി കാണാൻ സാധിക്കുന്നതാണ്. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ എന്ന സ്ഥലത്ത് ഉത്ഭവിച്ച് മഹാരാഷ്ട്രയും കർണാടകയും ആന്ധ്രാപ്രദേശും തെലങ്കാനയും ഒക്കെ കഴിഞ്ഞ് നമ്മളുടെ ബേ ഓഫ് ബംഗാളിൽ വന്ന് പതിക്കുന്ന ഒരു വലിയ നദിയാണ് കൃഷ്ണ റിവർ. ആ റിവറിന് മുകളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1400 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളമെന്ന് പറയുന്നത്. മഴക്കാലത്ത് ആർത്തലച്ചൊഴുകുന്ന നദിയിലാണ് ആളുകൾ കുടിൽ കെട്ടി താമസിക്കുന്നത്. ഏതാണ്ട് 40 ഡിഗ്രി അടുത്ത് ചൂടുണ്ട്. നല്ല വരൾച്ച സമയത്താണ് ഞങ്ങളുടെ യാത്ര. ഈ സമയത്താണ് ഒരു AC കോച്ചിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് 30% ആളുകൾ മാത്രമാണ് റിച്ചായിട്ട് ജീവിക്കുന്നത്. ബാക്കി 70% ആളുകളും സ്ട്രഗിൾ ചെയ്ത് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആളുകളാണ്. അവരുടെ ജീവിത രീതികളൊക്കെ നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കും. വിജയവാഡ കഴിഞ്ഞാൽ ഡൽഹി നിസാമുദ്ദീൻ എത്തുന്നത് വരെയുള്ള യാത്ര നമ്മളെ നല്ല രീതിയിൽ ലാഗടിപ്പിക്കുന്നൊരു യാത്രയാണ്. ഈ റൂട്ടുകളിൽ ഓടുന്ന ട്രെയിനുകളെല്ലാം തന്നെ പൊതുവെ ലാഗാണെന്നുണ്ടെങ്കിലും കൊങ്കൺ പാതയിലൂടെ ഓടുന്ന ട്രെയിനുകളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങളുടെ ഈ ഒരു കോച്ചിൽ ഒരുപാട് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുതന്നെ വലിയൊരു ആശ്വാസമാണ്. അങ്ങ് ദൂരെ വലിയ മലനിരകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം തുരങ്കമാകാറായിട്ടുണ്ടെന്ന്. ട്രെയിൻ കിലോമീറ്ററുകളോളം തുരങ്കത്തിനകം വഴി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ട്രെയിൻ തുരങ്കത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ വലിയൊരു ശബ്ദമായിരിക്കും. ഈ ഒരു സമയത്ത് നമുക്ക് ഫോണിന് നെറ്റ്വർക്കും കാണില്ല. തുരങ്കം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ നമുക്കൊരു സമാധാനമാണ്. ഈ ഒരു യാത്രയിൽ എൻ്റെ കൂടെ എൻ്റെ ഒരു പഴയ സുഹൃത്ത് എറണാകുളം ആലുവയിലുള്ള മിഥുൻ CP ആണ്. പിന്നെ അവൻ്റെ ഒരു സുഹൃത്ത് രാഹുലും. ഞങ്ങൾ 3 പേരും നല്ല കമ്പനിയായിരുന്നു കേട്ടോ. ട്രെയിൻ എത്ര തന്നെ ലാഗാണെന്നുണ്ടെങ്കിലും നല്ല സുഹൃത്തുക്കളുമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സമയം പോകുന്ന അറിയില്ല. ട്രെയിനിലെ ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, യാതൊരു തിരക്കുമില്ലാതെ ഞങ്ങൾ നല്ല റിലാക്സ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ലാലേട്ടൻ സിനിമയിൽ പറയുന്നത് പോലെ സംഗീതം പഠിക്കണമെന്ന ആഗ്രഹവുമായി ചെന്നുപെട്ട പഴയ ഗ്വാളിയറിൻ്റെ കഥ. അതെ, ആ ഗ്വാളിയറിലൂടെയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത്.
ഇറങ്ങി നിന്ന് കാഴ്ചകളൊന്നും തന്നെ കാണാൻ സാധിച്ചില്ലെങ്കിലും ഗ്വാളിയറിൻ്റെ കാഴ്ചകൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ട്രെയിനിൽ നിന്ന് കാണാൻ സാധിക്കും. ഒരുപാട് മരങ്ങളും പച്ചപ്പുകളും ഒന്നും ഇല്ലാതെ കംപ്ലീറ്റ് ചുമല സ്റ്റിക്കുകൾ കൊണ്ടുള്ള വീടുകൾ കെട്ടിയിട്ടുള്ള ഗ്വാളിയർ. ഇതുവരെ കണ്ട മടുപ്പിക്കുന്ന കാഴ്ചകളെല്ലാം പിന്മാറിക്കൊണ്ട് പുതിയ പുതിയ കാഴ്ചകളിലേക്ക് നമ്മളുടെ ഹിമസാഗർ അങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നമ്മൾ നേരിടുന്ന ചൂട് ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഒരു ട്രെയിനിൽ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സ്ലീപ്പർ ക്ലാസ് സജസ്റ്റ് ചെയ്യില്ല. ദയവ് ചെയ്ത് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഏറ്റവും കുറഞ്ഞത് ഒരു AC എങ്കിലും എടുത്തിരിക്കണം. മധ്യപ്രദേശിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ആഗ്ര, പിന്നീട് ഡൽഹി. ഒരു രാത്രിയും ഒരു പകലും കഴിയാറാകുന്നു. ഇനി വരാൻ പോകുന്ന മണിക്കൂറിലെ കാഴ്ചകളെല്ലാം തന്നെ ആഗ്രയും ഡൽഹിയും ഹരിയാനയും പഞ്ചാബും ഒക്കെയാണ്. പക്ഷേ ഇതെല്ലാം തന്നെ രാത്രി സമയങ്ങളിലായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. ഇനിയാണ് ഈ യാത്രയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. 40 ഡിഗ്രി ചൂടിൽ നിന്നും ഈ രാത്രി കഴിയുമ്പോഴേക്കും നമ്മൾ ചെന്നെത്താൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ക്ലൈമറ്റിലേക്കായിരിക്കും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നത് പോലെ കശ്മീരിൻ്റെ ഷോർട്ട് വീഡിയോ സീരീസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൽ ഇപ്പോൾ ഏതാണ്ട് 8 എപ്പിസോഡ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കശ്മീരിൻ്റെ ഫുൾ ലെങ്ത് വീഡിയോ നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ യാത്രയിൽ ഞങ്ങൾ നേരിട്ട് കണ്ട കാഴ്ചകളും അറിവുകളും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളും ക്ലൈമറ്റും എല്ലാം തന്നെ മാക്സിമം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ചാനലിൽ വീഡിയോയുടെ അടിയിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. കശ്മീർ യാത്രയുടെ മുഴുവനായിട്ടുള്ള ഗൈഡൻസ് തരാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും ഒരു ബിഗിനർ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ട്രാവലർ എന്ന നിലയ്ക്ക് കേരളത്തിൽ നിന്നും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ കശ്മീർ പോയി തിരികെ വരാം എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് നമുക്കറിയാവുന്ന രീതിയിൽ എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഞാൻ ഓരോ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം കൺഫേം ആക്കി വെച്ചതിന് ശേഷം യാത്ര ചെയ്യുമ്പോൾ അതിനു മുമ്പ് യാത്ര ചെയ്തിട്ടുള്ള അനുഭവസ്ഥരുടെ വീഡിയോയും കാര്യങ്ങളും എല്ലാം കണ്ടതിന് ശേഷമാണ് ഈ റൂട്ടിലൂടെയൊക്കെ ഞാൻ ട്രാവൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യേണ്ട റൂട്ടിനെ പറ്റി ചെറിയ രീതിയിലൊരു ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് നമുക്ക് ഈ യാത്രയിൽ വലിയ രീതിയിൽ ഹെൽപ്ഫുള്ളാകും. ഡൽഹിയും നിസാമുദ്ദീനും പത്താൻകോട്ടും കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ ഏതാണ്ട് ജമ്മു കാശ്മീരിലേക്ക് എത്താനാവുന്നു. തലേദിവസം 40 ഡിഗ്രി ചൂടിൽ കിടന്നുറങ്ങി നമ്മൾ എഴുന്നേൽക്കുമ്പോൾ 6 ഡിഗ്രി തണുപ്പിലേക്കാണ് മാറിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ജമ്മു താവി റെയിൽവേ സ്റ്റേഷനിൽ എത്താനാവുന്നു.